എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഫാബ്രിക്സ് അവർക്ക് സ്റ്റോർ ചെയ്യാനായി കിട്ടിയ ആ ഒരു വെയർ ഹൗസ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മഴ പെയ്തപ്പോൾ അത് മൊത്തം നനഞ്ഞ് കുളമാവും എന്ന അവസ്ഥയാവുമ്പോൾ അവർ വേഗം തന്നെ അവിടെ ചെന്ന് അതെല്ലാം സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും മഴയും തീരുന്നുണ്ട്. ഈ മഴ ആദ്യമേ ഒന്ന് തീർന്നിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നെല്ലാം അവിടെ ഇരുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് ഇന്നത്തെ ഡേറ്റ് ഓർക്കുന്നത്. വേഗം വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു പറഞ്ഞു എന്തോ ഒരു പ്രത്യേകത ആ ഡേറ്റിനുള്ള കണക്ക് എല്ലാവരോടും സംസാരിച്ചങ്ങനെ ഫുഡ് കഴിക്കാനേ അവർ മുൻകൈ എടുത്ത് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് കാര്യമെന്ന് ആദ്യം തേക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നീട് അവനോട് ആ ഫുഡ് കഴിക്കാനായി എത്തിയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യുമ്പോൾ അവന് കാര്യം മനസ്സിലാവുന്നു. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതെ, പക്ഷെ അവനത് ഓർത്തതേ ഇല്ല. ഓരോ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിരിക്കല്ലേ. അല്ല, എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്നെങ്ങനെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായി മനസ്സിലായെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ ആവുമ്പോൾ 26 വർഷം കംപ്ലീറ്റ് ആവും. അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ജനിച്ചതിന് അടുത്ത ദിവസമാണ് അദ്ദേഹം ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ നിന്റെ ബർത്ത്ഡേ ഓർത്തതെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഹാപ്പിയായി ബർത്ത്ഡേ വിഷ് ചെയ്യുകയും അവിടെ അങ്ങനെ അവർ ഹാപ്പിയായി ഓരോന്നൊക്കെ സംസാരിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും അവർ വെയർ ഹൗസിന്റെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ സൂക്ഷിച്ചിരുന്ന ആ ഫാബ്രിക്സ് ഒക്കെ തന്നെ ആരൊക്കെയോ എടുത്തോണ്ട് പോകുന്ന കാഴ്ച കണ്ട് വേഗം തടയാനായി നോക്കുന്നു. ആരെ ഇത് എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവരവരുടെ തടയാൻ നോക്കുമ്പോഴേക്കും അവരെ തള്ളി താഴെ ഇടാണ്. എന്താ കാര്യമെന്ന് തേ ചോദിക്കുമ്പോൾ അവർ കോൺട്രാക്ട് എടുത്ത് നോക്കാനായി പറയുന്നുണ്ട്. അതായത് ഈ ഒരു വെയർ ഹൗസ് വാടകയ്ക്ക് എടുത്ത ടീം തേ സൈൻ ചെയ്ത് കൊടുത്ത ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ, ആ കോൺട്രാക്ടിനെ പറ്റിയാണ് അവരിവിടെ പറയുന്നത്. അപ്പോൾ ഇത് വെയർ ഹൗസ് വാടകയ്ക്ക് കൊടുത്ത ഹുൻജുന്റെ അച്ഛന്റെ ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കോൺട്രാക്ട് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് മുന്നേ ഇവർ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം അതിൽ കാണുന്നുണ്ട്. സൈൻ ചെയ്യുമ്പോൾ അതിൽ ഇല്ലാതിരുന്നതാണോ പിന്നെ ഇവർ എഴുതി ചേർത്തതാണോ അതോ ഇവർ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നറിയില്ല. എന്തായാലും അതിൽ കാണുന്നതാകട്ടെ വെയർ ഹൗസ് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തല്ലോ, ആ സമയത്ത് കാശൊന്നും മേടിച്ചില്ല, കടത്തിന്റെ പുറത്താണ് കൊടുത്തത്. പക്ഷെ വാടകയ്ക്ക് എടുത്ത് ഇവർ അതിൽ സാധനങ്ങൾ വെച്ച ശേഷം 24 മണിക്കൂറിനകം അതിന്റെ വാടക കൊടുത്തില്ലെങ്കിൽ അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ മുതലാളിക്ക് എടുക്കാമെന്ന രീതിയിലാണ് അതിൽ ഒരു കണ്ടീഷൻ എഴുതിയിരുന്നത്. അത് ഇവരെ ഇപ്പൊ ഭയങ്കര കുരുക്കിലാക്കുന്നുണ്ട്. ടെൻഷൻ ആവുന്ന തേ വേഗം തന്നെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു, ഇത് ചതിയാണെന്ന് പറഞ്ഞ് വേഗം ഹ്യുൻജുന്റെ അച്ഛനെ കാണാനേ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അവിടേക്ക് എത്തുമ്പോൾ ആളുകൾ തേയെ അകത്തേക്ക് വിടുന്നില്ല. തുടർന്ന് ഒരുവിധം ബലമായി തേ അകത്തേക്ക് കടന്നെത്തുമ്പോൾ എന്താടാ നിനക്ക് മാനേഴ്സ് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നത് എന്തിനാണെന്നെല്ലാം അയാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. വളരെ മര്യാദയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു വെയർ ഹൗസ് എടുക്കുന്ന കാര്യങ്ങൾക്ക് സംസാരിച്ചപ്പോൾ പോലും ഇയാൾ തേയോട് പെരുമാറിയത്. പക്ഷെ ഇപ്പൊ ഭയങ്കരമായി അയാൾ തേയോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തേ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു മാറ്റം ഇയാളിൽ നിന്ന് അത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് തേ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ തന്നെ തേക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരുടെ പ്ലാനിങ് തന്നെ ആയിരുന്നു എന്ന കാര്യം. എന്തായാലും അവിടെ ഹ്യുൻജുനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇവനോടാണോ മര്യാദ ഇല്ലേന്നൊക്കെ ചോദിക്കുന്നത്. ഇവൻ എവിടുന്ന അച്ഛാ മര്യാദ? ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അന്ന് സീരിയസ് ആയി കിടന്നപ്പോഴും ഇവൻ ആ യൂറിമിനെ അന്വേഷിച്ച് അന്ന് ക്ലബിൽ പോലും എത്തിയിരുന്നു. അറിയോ അച്ഛൻ എന്നല്ല, മനപ്പൂർവ്വം ഇവനെ പ്രാങ്ക് ചെയ്ത് അവിടെ വിളിച്ചു വരുത്തിയ ആ ഒരു കാര്യത്തെ പറ്റി. എന്നാൽ തേയെ കുറ്റപ്പെടുത്തുന്ന കണക്ക് അവിടെ ഹ്യുൻജുൻ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി യൂറിമ പോലും മുന്നേ തേ നല്ല കാശുള്ള ഒരു ഫാമിലിയിലെ മെമ്പർ ആയിരുന്നത് കൊണ്ടാവാം അവനെ പലതവണ പ്രൊപ്പോസ് ചെയ്ത് പുറകെ നടന്നത്. പക്ഷെ ഇപ്പോ അവന്റെ അച്ഛൻ ഇങ്ങനെ പ്രശ്നത്തിലായി മരിക്കുകയും ചെയ്തു. ഇപ്പോ കാശൊന്നും അവർക്കില്ല എന്ന രീതിക്ക് മനസ്സിലായതിനു ശേഷം യൂറിമ പോലും തേയുടെ പുറകെ ഒന്നും നടക്കുന്നേ ഇല്ല. അവളിപ്പോ ഹ്യുൻജുനുമായി വലിയ കമ്പനിയാണ്. ഹ്യുൻജുൻ അതിന്റെ ഭയങ്കര നെകളിപ്പോ ഉണ്ട്. എന്തായാലും ഇവരുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് കണ്ട് കാര്യങ്ങൾ തേക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൻ ടെമ്പർ ഒട്ടും കൈവിടാതെ സാർ ഞാൻ ഈ ഒരു കോൺട്രാക്ടിനെ പറ്റി സംസാരിക്കാനാണ് ഇപ്പൊ സാറിനെ കാണാനായി അത്യാവശ്യത്തിൽ വന്നത്. എനിക്ക് പാഴാക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നതെന്നെല്ലാം അവൻ വളരെ പാവമായി പറയുന്നുണ്ട്. എന്താ കോൺട്രാക്റ്റിൽ എന്താ കുഴപ്പമൊന്നുമില്ലാം അയാൾ ചോദിക്കുമ്പോൾ അല്ല സാറ് ആ ഒരു കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്യുന്ന ടീം ഇങ്ങനെ ഒരു കണ്ടീഷൻ അതിൽ ഞാൻ കണ്ടിരുന്നില്ല, സാറൊന്നും അതിനെപ്പറ്റി പറഞ്ഞതും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം എടുത്തിടുമ്പോൾ അത് ചതിയല്ലേ പറ്റിയതല്ലേ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ അയാൾ അതിനെ തട്ടിക്കളയുന്നുണ്ട്. അപ്പൊ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത കോൺട്രാക്ട് അല്ല ഇവരിപ്പോ തങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് അവർ മാറ്റിയിരിക്കുന്നു എന്ന്. അപ്പോൾ ദേഷ്യം വന്ന് തേ ഷൗട്ട് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും അയാളുടെ സ്റ്റാഫ്സ് അവിടേക്ക് എത്തി തേ അവിടെ നിന്ന് ബലമായി ദേഹോപദ്രവപ്പെടുത്തി പറഞ്ഞു വിടാനായി നോക്കുന്നു. വേറെ വഴിയില്ലാണ്ട് തിരിച്ച് ഓഫീസിന് അവിടേക്ക് തേ എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഓഫീസിൽ വലിയൊരു പ്രശ്നവും കൂടി തുടങ്ങുന്നുണ്ട്. ഇവരുടെ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാനായി പോകുന്നു എന്ന ന്യൂസ് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു പരത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി അറിയാനായി ഇവരെ ആളുകൾ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ഇവരായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ ശത്രുക്കൾ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. എന്തായാലും അതിനൊക്കെ മറുപടി കൊടുത്ത് കമ്പനിയിലെ സ്റ്റാഫ്സ് ഒരു പരുവായി. അങ്ങനെ അന്നാകട്ടെ എംപ്ലോയീസ് എല്ലാം പോകുന്ന ഒരു സമയത്ത് ഒരു റോസാപ്പൂ തേക്ക് കൊണ്ടു കൊടുത്തവനെ ഹാപ്പി ബർത്ത്ഡേ സിയോൺ വിഷ് ചെയ്യുമ്പോൾ ലൈഫില് വല്ലാത്തൊരു ബർത്ത്ഡേ ആയിപ്പോയി ഇന്നെന്ന് അവന് നെടുവീർപ്പിടുന്ന കണ്ട് അവളും ചിരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തേ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും എംപ്ലോയീസ് ഒക്കെ അവിടെ നിന്ന് അവരുടെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ചോദിക്കുമ്പോൾ ഈ ഒരു കമ്പനി എന്തായാലും ഇനി ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു വഴിയില്ല. ഈ കമ്പനിയിലെ സ്റ്റാഫ്സിന്റെ വരുമാന മാർഗം ഇവിടുത്തെ ശമ്പളമല്ലേ. ഈ കമ്പനി ഇല്ലെങ്കിൽ ശമ്പളവും ഇല്ല ജോലിയില്ല ഒന്നുമില്ല, അവരുടെ കുടുംബം പട്ടിണിയാവും. അതുകൊണ്ട് അവർ മറ്റു ജോലി അന്വേഷിച്ച് പോകാൻ പോവാണെന്ന് പറയുന്നു. കൂടാതെ അവിടുത്തെ ഒരു സ്റ്റാഫ് സിയോണിന് മറ്റൊരു കമ്പനിയിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, നീ അവിടെ പോയി അറ്റൻഡ് ചെയ്യും, എന്തായാലും നിനക്ക് അവിടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് തേ കേൾക്കുന്നുണ്ട്. കൂടാതെ അവർ തേയുടെ കയ്യിൽ ഒരു ഫോം കൊണ്ടു കൊടുത്ത് ഇത് കമ്പനി അവസാനിപ്പിക്കാനായിട്ടുള്ള ഫോമാണ്, ഇത് അടുത്ത ദിവസം ഒരു ഓഫീസിൽ കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ആ ഡീറ്റെയിൽസും അവനോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ തേ എന്ത് പറയണം ചെയ്യണമെന്ന് അറിയാൻ നിൽക്കാണ്. കമ്പനി
മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നത് കമ്പനിക്ക് നല്ലൊരു നേതാവ് ഇപ്പോൾ ഇല്ല നിലവിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലും ഇവർക്ക് ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ അവിടെ നിൽക്കാൻ പോലും പറ്റില്ലല്ലോ. തുടർന്ന് ആ ഓഫീസിൽ ഫോം സബ്മിറ്റ് ചെയ്യാനായി തേ പോകുമ്പോഴും അവനത് വേണോ വേണ്ടയോ എന്നിങ്ങനെ ഭയങ്കരമായ കൺഫ്യൂഷൻ മനസ്സിലുണ്ട്. അന്നാകട്ടെ വീട്ടിലെത്തിയിരുന്ന സിയോൺ അവളോട് മറ്റേ ആ സ്റ്റാഫ് പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ച് അതിന്റെ ബയോഡേറ്റ ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഈ ഒരു കമ്പനി വിട്ട് പോകുന്നതിന് സങ്കടമുണ്ട്, പക്ഷെ വേറെ വഴിയില്ല. അവൾക്ക് നോക്കാനായിട്ട് ഒരു ഫാമിലി ഉണ്ട്, കാശും വേണം അതിനുവേണ്ടി. അങ്ങനെ അവൾ അവിടെ ഇരിക്കുമ്പോഴേക്കും അവളെ കാണാനായി തേ എത്തുന്നു. ഈ രാത്രി സമയത്ത് പതിവില്ലാതെ തേ കാണാനായി എത്തിയപ്പോഴേ അവൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ആ സമയം അവൻ പറയുന്നത് ഈ കാർഡ് ഒന്ന് നോക്കിയതാണ്. ആക്ച്വലി അവൻ ഈ കമ്പനിയുടെ ഭാഗമാകാനായി അച്ഛന്റെ മരണശേഷം തീരുമാനിച്ചപ്പോൾ അവൻ അപ്പോഴും സിഇഒ എന്ന ഒരു പോസ്റ്റിലേക്ക് അവനെ നോക്കി കാണാനായി തയ്യാറായിരുന്നില്ല. സിഇഒയുടെ അസിസ്റ്റന്റ് എന്ന രീതിക്കാണ് അവൻ അവിടെ വർക്ക് ചെയ്തത്. അതിനനുസരിച്ചുള്ള വിസിറ്റിംഗ് കാർഡും മറ്റുമാണ് സിയോൺ അവന് തയ്യാറാക്കിയെന്ന് നൽകിയത്. പക്ഷേ ഇപ്പൊ അവൻ സ്വയം സിഇഒ ആയ ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്താനായി തീരുമാനിച്ച് അതിന്റെ വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കി സിയോണിനെ കാണിക്കുമ്പോൾ അവൾ അമ്പരന്ന് പോകുന്നുണ്ട്. ഈ കമ്പനി എനിക്ക് വിട്ടുകളയാനായി സാധിക്കില്ല. ഞാൻ ഈ കമ്പനി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാനായി തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ഇപ്പൊ കൂടെ നിൽക്കാൻ സ്റ്റാഫ്സ് ആരുമില്ല. എനിക്ക് ഒരേ ഒരു കാര്യം നിന്നോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, നീ ഈ കമ്പനിയിൽ നീ ആഗ്രഹിച്ച കണക്ക് ആ ഒരു ട്രേഡിംഗ് സ്റ്റാഫ് പൊസിഷനിൽ ഞാനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്ന നീ വരുമോ, എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വരുമോ എന്നായിരുന്നു. അത് കേൾക്കുന്ന അവൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. അവൾക്ക് ഒട്ടും ഈ കമ്പനി വിട്ടിട്ട് പോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു വിളി കേൾക്കാൻ കാത്തിരുന്ന കണക്ക് അവൾ അപ്പോഴേ സമ്മതം അറിയിക്കുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാവുന്നു. കൂടെ ആരും നിൽക്കാനില്ലാത്ത സമയത്തും അതും ഈ ഒരു സാഹചര്യത്തിലും ഇത് സക്സസ് ആവുമോ ഒന്നും അറിയില്ല. ഇവൻ ബിസിനസ് നടത്തി പരിചയമില്ല, എന്നിട്ട് ഇവനെ വിശ്വസിച്ച് ഇവനിങ്ങനെ വിളിക്കുമ്പോൾ അവൾ കൂടെ വരുന്നതിൽ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ അടുത്ത ദിവസം രണ്ടുപേരും ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. ഇത്രയും നാൾ ഈ ഓഫീസിൽ വന്ന ഒരു രീതിക്കല്ല സിയോൺ അവിടെ വരുന്നത്. ഇപ്പൊ അവിടെ മറ്റാരുമില്ല. സിയോൺ ആണ് ഇപ്പൊ നിലവിൽ അവിടുത്തെ സീനിയർ സ്റ്റാഫ്. മുന്നേ എല്ലാ സീനിയേഴ്സിന്റെയും ഏറ്റവും ജൂനിയർ ആയി അവരുടെ ഒക്കെ പ്യൂണായി നിന്നിരുന്ന സിയോണെ ഇപ്പൊ അവിടെ സീനിയർ സ്റ്റാഫ് ആക്കി തേ മാറ്റിയിരിക്കുകയാണ്. കൂടാതെ തേ ഇപ്പൊ അവിടുത്തെ സിഇഒ ആണ്. കൂടാതെ അതിന്റെ ഭാഗമായി അവൾക്ക് വിസിറ്റിംഗ് കാർഡ് ഒക്കെ നൽകുന്നുണ്ട്. സീനിയർ സ്റ്റാഫ് എന്ന് അവളുടെ പേരിനോട് ചേർത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതൊക്കെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. എന്തായാലും അന്നാട്ടെ ഹ്യുൻജിന്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് പുറപ്പെടുന്ന സമയം നോക്കി അദ്ദേഹത്തിന്റെ കാറിന്റെ മുന്നിലായി തന്നെ തേ കുറുകെ നിൽക്കുന്നുണ്ട്. നിനക്ക് ഇത് തന്നെയാണോ പണി? എപ്പോഴും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോകാനാണോ? നിനക്ക് മര്യാദ ഇല്ലെന്നല്ല അയാൾ അപ്പോഴും ഷൗട്ട് ചെയ്യാനായി തുടങ്ങുമ്പോൾ അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തേ ആകട്ടെ ഒരു കോൺട്രാക്ട് കാണിക്കുന്നുണ്ട്. ഇതാ ഒരു ഇറ്റാലിയൻ കമ്പനിക്ക് ഫാബ്രിക്സ് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ഡീല് തേ ഉറപ്പിച്ചിരുന്നല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ ഫാബ്രിക്സ് അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാം. അതിനു മുന്നേ എനിക്ക് നിന്നോട് അങ്ങോട്ട് ഒരു ഡീല് വെക്കാനുണ്ട്. നിന്റെ കമ്പനി ഇല്ലേ, ടൈഫോൺ ട്രേഡിംഗ് കമ്പനി, അത് എനിക്ക് തന്നാലോ? ഞാനത് നോക്കിക്കോളാം. ആ യൂസ്ലെസ് ആയ കമ്പനി നിനക്ക് എന്തിനാണെന്നല്ല അയാൾ പറയുമ്പോൾ, ആ യൂസ്ലെസ് എന്ന് നിങ്ങൾ പറയുന്ന ആ കമ്പനി നിങ്ങൾക്ക് എന്തിനാ എന്നായിരുന്നു അവന്റെ തിരിച്ചുള്ള ചോദ്യം. എന്താ അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് തേ ചോദിക്കുമ്പോൾ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താ? കാശ്. ഞാൻ എല്ലാത്തിലും അതേ കാണുന്നുള്ളൂ എന്നായിരുന്നു അയാളും പറയുന്നത്. എനിക്ക് ആ ഒരു യൂസ്ലെസ് സാധനം കിട്ടിയാൽ അതിൽ നിന്ന് കാശുണ്ടാക്കാൻ അറിയാം. പക്ഷെ ബിസിനസിന്റെ ABCD അറിയാത്ത നീ അത് കൊണ്ട് നടന്ന് അത് ഇനി വീണ്ടും യൂസ്ലെസ് ആയി മാറുന്നല്ലാതെ ഒരു മെച്ചമില്ല. അതുകൊണ്ട് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുക, അത് നിനക്ക് നല്ലത്. ഞാൻ തരുന്ന ഒരു ഫ്രീ ഉപദേശമായിട്ട് കണ്ടാൽ മതി എന്നല്ല അയാൾ പറയുമ്പോൾ, ഇതുപോലത്തെ ഫ്രീ ഉപദേശങ്ങൾ സ്വന്തം മകന് കൊണ്ട് കൊടുത്താൽ മതി, അത് എന്റെ അടുത്ത് ഇറക്കണ്ടെന്ന് തേയും പറയുന്നു. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. അത് വെച്ച് എത്ര വീഴ്ച വീണാലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാനായിട്ടുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നിങ്ങളെക്കാൾ മുകളിൽ ഞാൻ നിവർന്ന് നിന്നിരിക്കും. അതുകൊണ്ട് ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞ് അയാൾ പോകുമ്പോൾ കാണാമെന്ന മട്ടില് വളരെ പുച്ഛത്തിൽ അയാളും കേട്ടു നിൽക്കുന്നു. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ച് തേ അവന്റെ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ഫോൺ അടിക്കുന്നുണ്ട്. എടുക്കുമ്പോൾ അന്ന് തേയോട് സംസാരിച്ച ആ ഒരു ട്രക്ക് ഡ്രൈവറില്ലേ അയാളാണ് വിളിക്കുന്നത്. തുടർന്ന് തേ അയാളെ കാണാനായി പോകുമ്പോൾ അയാൾ കുറച്ച് ഫാബ്രിക്സ് അവനെ കാണിക്കുന്നുണ്ട്. ഇത് എപ്പോഴും എടുത്തോണ്ട് പോവാന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഇതോ എന്താ ഇതെന്ന് മനസ്സിലാവാതെ തേയും ചോദിക്കുന്നു. അന്ന് ഈ ട്രക്കിന്റെ ഫാബ്രിക്സ് ഇറക്കി വെച്ചിരുന്നില്ലേ, ആ കൂട്ടത്തിൽ ഇറക്കാതിരുന്ന കുറച്ച് ഫാബ്രിക്സ് ആണിത്. ഞാനിത് പിന്നെ നിന്നെ ഏൽപ്പിക്കാനായി ആ സമയത്ത് മുതിരാതിരുന്ന എന്താന്ന് വെച്ചാൽ, ആ സമയം ഇവിടെ പാർക്കിംഗ് ലോട്ടിലായിരുന്നല്ലോ ഈ ഫാബ്രിക്സ് ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പക്ഷെ അപ്പോ ഇതിനുള്ള സ്പേസ് അവിടെ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. കൂടാതെ നീ അന്ന് വർക്ക് ചെയ്ത ഒരുപാട് എക്സോസ്റ്റഡും ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ഫാബ്രിക്സിനെ പറ്റി നിന്നോട് പറയാനായിട്ട് ഞാൻ പലതവണ ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ആരും കോൾ എടുത്തില്ല. ഇന്നും എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിച്ചപ്പോ ഭാഗ്യത്തിന് നീ കോൾ എടുത്തു. എനിക്ക് ഇനി ഇത് എന്റെ വണ്ടിയിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഇത് എവിടെയാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകണം പ്ലീസ് എന്നും പറഞ്ഞു അയാളായിട്ട് അവനോട് സംസാരിക്കുമ്പോൾ തേ സത്യത്തിൽ അമ്പരന്ന് പോകുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഫാബ്രിക്സിന്റെ 90% ആ ഹ്യുൻജുന്റെ അച്ഛൻ ഇപ്പൊ കൈക്കലാക്കി വെച്ചിരിക്കുകയാണല്ലോ. അയാൾക്ക് അറിയാതെ ഇപ്പൊ 10% തേടിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഭയങ്കര ഹാപ്പി ആവുന്നു. എനിക്ക് ഇത് ഇത്രയും നാള് സൂക്ഷിച്ചു വെച്ചതിന് കാശും കിട്ടില്ല, അന്ന് ഓടിയതിന് വണ്ടിക്കൂലിയും കിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും പണിക്ക് പോകണ്ടേ, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ഞാനൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു എന്നെല്ലാം അയാൾ പറയുമ്പോൾ, എനിക്ക് ഒന്നും നഷ്ടമായിട്ടില്ല, ദേ ഇവിടെയുണ്ട് എനിക്കുള്ളതല്ല, ഇത് വിറ്റ് ഞാൻ നിങ്ങൾക്കുള്ള കാശെല്ലാം തന്നു തീർക്കുന്നു തേ വളരെ സന്തോഷത്തിൽ പറയുന്നു. പക്ഷേ ഫാബ്രിക്സ് ഇറ്റലിയിലേക്ക് തിരിച്ചു കൊടുക്കാനായി അയാളോട് ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ. അപ്പൊ ആ ഒരു ടീം ഈ ഒരു ഫാബ്രിക്സിന്റെ കുറവ് അറിയിക്കാത്ത രീതിയിൽ അത് തിരിച്ചു കൊടുക്കണം എന്ന് എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് പിന്നീട് തേയും സിയോണും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ
ഡിസ്കസ് ചെയ്ത് 50,000 മീറ്റർ ഫാബ്രിക്സ് എന്നതിന് 50,000 യാൺ ഫാബ്രിക്സ് എന്ന് മാറ്റാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇവർ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഫാബ്രിക്സിന്റെ ആബ്സെൻസ് അതിൽ അവർക്ക് കണ്ടുപിടിക്കാനായി സാധിക്കില്ല എന്നിങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ ആ ഒരു പുതിയ കോൺട്രാക്ട് അപ്പൊ നമ്മൾ തയ്യാറാക്കി അത് വേണ്ട അയാളുടെ കൊടുക്കാനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മിസ്റ്റർ ഗോ വരുന്നത്. ഗോ ഇവിടുത്തെ ജോലിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം ഉപേക്ഷിച്ച് പോയതായിരുന്നെങ്കിലും തേയുടെ അച്ഛൻ എംപ്ലോയീസിന് വേണ്ടി അവർ പോലും അറിയാതെ ഒരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് തേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ എംപ്ലോയീസിന്റെ അഡ്രസ്സിലേക്ക് അയച്ച്. അങ്ങനെ അത് കിട്ടിയ ഇയാൾ അവനെ കാണാനേ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ കാണുമ്പോൾ അവർക്ക് ഒരു ഐഡിയ വരുന്നുണ്ട്, ഇയാളുടെ കയ്യിൽ ആ പുതിയ കോൺട്രാക്ട് കൊടുത്തു വിടാമെന്ന്. അങ്ങനെ ആ ഒരു കോൺട്രാക്ട് ഹ്യുൻജുന്റെ അച്ഛനെ ഏൽപ്പിക്കുകയും ഈ ഫാബ്രിക്സ് ഇറ്റലിക്ക് തിരിച്ചു കൊടുത്താൽ ഇതുവഴി കിട്ടാമെന്ന കാശ് നിങ്ങൾക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് അയാളെ കൊണ്ട് ആ ഫാബ്രിക്സ് ഇറ്റലിക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് അയപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ അയാൾക്ക് ലാഭമാണ്, അയാൾക്ക് കാശൊന്നും മുടങ്ങിയിട്ടില്ല ഈ ഫാബ്രിക്സ് വാങ്ങാനായി. ഇപ്പൊ ഇത് കൊടുത്ത കാശ് ഇട്ടെങ്കിൽ ഭയങ്കര ലാഭമല്ലേ, അതുകൊണ്ട് അയാൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫാബ്രിക്സ് ഇറ്റലിയിലേക്ക് എത്തി ആ കമ്പനിക്കാർ അത് പരിശോധിക്കുമ്പോൾ ഇവർ കൊടുത്ത ഫാബ്രിക്സ് മുഴുവൻ റിട്ടേൺ വന്നിട്ടില്ല, 5,000 മീറ്ററോളം മിസ്സിംഗ് ആണെന്ന് അവർ കണ്ടെത്തുന്നു. തുടർന്ന് അവർ ആ മിസ്സിംഗ് ആയ 5,000 മീറ്ററും കൂടി തിരിച്ചയച്ചാലേ റീഫണ്ട് ആയി ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് അറിയിക്കുന്നുണ്ട്. ഇതറിയുമ്പോൾ അവര് നമുക്ക് ബാക്കി മെറ്റീരിയൽ കൊടുത്താലേ കാശ് തരുള്ളൂ അല്ലേ, അല്ല നമുക്ക് എന്തിനാ കാശ്, നമുക്കിപ്പോ ബാക്കി മെറ്റീരിയൽ കൊടുക്കാനായിട്ട് അത് നമ്മുടെ കയ്യിലില്ല, ഇനി കൊടുത്തിട്ട് കാശ് വേണമെന്ന് വാശി പിടിക്കാനായിട്ട് നമുക്കിത് വാങ്ങിയപ്പോൾ കാശൊന്നും ചെലവായിട്ടില്ലല്ലോ, വല്ലവന്മാര് വാങ്ങിയ ഫാബ്രിക് നമ്മൾ തട്ടിയെടുത്തതല്ലേ, അപ്പോ നമുക്ക് നഷ്ടം ഇല്ലാത്ത ഒരു കച്ചവടം അല്ലേ ഇതെന്ന രീതിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഒരു ചുക്കും ഇല്ലാന്ന മട്ടിലായി സ്റ്റാഫിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല സാർ, ഇത് ഇറ്റലി പോലെ ഒരു ഇന്റർനാഷണൽ രാജ്യത്തേക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് റിട്ടേൺ കൊടുത്ത ആ ഒരു ഫാബ്രിക്കിന് എമൗണ്ട് കിട്ടിയാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്നെല്ലാം സ്റ്റാഫ് പറയുമ്പോൾ ചതി മനസ്സിലാക്കുന്ന അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അയാൾ തലപുകിച്ച് നിൽക്കുമ്പോഴേക്കും ടൈഫോൺ ട്രേഡിംഗ് കമ്പനിയുടെ സിഇഒ എത്തിയിട്ടുണ്ടെന്ന് സ്റ്റാഫ് എത്തി പറയുമ്പോൾ സിഇഒയോ എന്ന് അയാൾ ഒന്ന് അന്തം വിടുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ ആരാ, നമ്മുടെ തേ കൂടെ സിയോണും ഉണ്ട്. നിങ്ങൾക്ക് ആ മിസ്സായ ഫാബ്രിക്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വിൽക്കാം, നിങ്ങൾ അത് പിന്നെ ഇറ്റാലിയൻ കമ്പനിക്ക് കൊടുത്തോ, ഞങ്ങള് ഇത് സാധാരണ ഒരാൾക്ക് 11,000 വോണിന് വിൽക്കും, കാരണം അതിന്റെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്, പക്ഷെ തനിക്ക് അതിന്റെ ഡബിളിനെ വിൽക്കുള്ളൂ, 22,000 വോൺ തന്ന് ഈ ഫാബ്രിക്സ് വാങ്ങിച്ചോളാനായി തേ പറയുമ്പോൾ അന്നേരം നിനക്ക് ഡബിൾ തരേണ്ട ആവശ്യം എന്താണെന്നെല്ലാം അയാൾ ചോദിക്കുമ്പോൾ ശരി ഡബിൾ തരാൻ വൈകി ട്രിപ്പിൾ തന്നോ, 33,000 വോണിന് ഇത് ഞാൻ കച്ചവടം ചെയ്യാവുന്ന തേ പറയുമ്പോൾ കൂടെ ഹ്യുൻജുനും ഉണ്ടായിരുന്നു. അച്ഛാ ഇവനിട്ട് 2 കൊടുത്ത് അത് നമുക്ക് അങ്ങ് എടുക്കാന്നല്ല അവൻ പറയുമ്പോൾ പിന്നെ കൊടുക്കാൻ ഇങ്ങോട്ട് വന്ന പറ്റില്ല, തേയും പുച്ഛിച്ച് നിൽക്കാൻ. ഇവർ ഈ പറയുന്ന റേറ്റിനേക്കാളും വലിയ നഷ്ടം തനിക്ക് ആ ഒരു കച്ചവടം ഇപ്പൊ നടന്നില്ലെങ്കിൽ നേരിടേണ്ടി വരും, കാരണം അത്രയും വലിയ എമൗണ്ട് ഷിപ്പിങ്ങിനായി ആയിട്ടുണ്ടെന്ന് അറിയാവുന്ന അയാൾ ഇറ്റാലിയൻ കമ്പനിക്ക് എങ്ങനെയും ഈ ഫാബ്രിക്സ് കൊടുത്ത് കാശ് കൈക്കലാക്കുന്നത് തന്നെയാണ് ബുദ്ധിപരമായ തീരുമാനം എന്ന് മനസ്സിലാക്കി ഇപ്പൊ നീ ജയിച്ചു, പക്ഷെ അങ്ങനെ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞ് തേ പറഞ്ഞ തുകയ്ക്ക് ഫാബ്രിക് വാങ്ങാതെ വേറെ വഴിയില്ലെന്ന മട്ടില് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ തേ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ആ ഫാബ്രിക്സ് കിട്ടിയത് കൊണ്ടാണ് അവൻ ഇപ്പൊ ഒരു എമൗണ്ട് കച്ചിത്തുരുമ്പായി ഒപ്പിച്ചെടുക്കാനായി ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗപ്പെടുത്താനായി സാധിച്ചത്. സിഒ ആകുന്നത് നല്ല ഫൺ ആയിട്ടുള്ള കാര്യമല്ലേന്നല്ല അവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സിയോണും അത് കേട്ട് ചിരിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.